ബംഗ്ലാദേശിൽ വമ്പൻ ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് സൈനിക മേധാവി തന്നെ പറയുന്നു, എനിക്ക് മതിയായി, യൂനസിനെ കൊണ്ട് പൊറുതി മുട്ടി ഞങ്ങൾ, ഹസീന വന്നാലും ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കാൻ പോകുന്നത്? അതായത് ബംഗ്ലാദേശ് ആർമി കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വരുന്ന ഡിസംബറോടുകൂടി നിലവിലുള്ള ഈ താൽക്കാലിക ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ജനുവരിയിൽ തന്നെ ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് വരണം. കാരണം ഒരു രാജ്യത്തെ നേരായ ദിശയിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്കാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഭരണകൂടം വരികയും അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മതന്യൂനപക്ഷങ്ങളെ മർദ്ദിക്കുന്നു, അവിടെ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ആർമി മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പം നമുക്കറിയാം, ഈ ഷേഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഈ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നത്. വിദ്യാർത്ഥികൾ പ്രക്ഷോഭമായിട്ട് വരുന്നു, നാട്ടുകാർ കലാപവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം സെൻറ്റ് മാർട്ടിൻസ് ദ്വീപുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ഈ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് അമേരിക്കയ്ക്ക് വേണം, അവർക്കത് വിട്ടുകൊടുത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അന്ന് ഷേഖ് ഹസീന അത് പറഞ്ഞിരുന്നു, ഞാനത് കൊടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് പറയുന്നത്, ഈ ദ്വീപ് അമേരിക്കയ്ക്ക് വിൽക്കാനുള്ളൊരു ശ്രമങ്ങൾ അല്ലെ കൈമാറാനുള്ള ശ്രമം ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മ്യാൻമറിൽ രോഹിംഗ്യൻ മേഖലയിൽ അതായത് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു പ്രത്യേക ഇടനാഴി നിർമ്മിക്കാൻ പോകുന്നു. ഈ ഇടനാഴി നിർമ്മിച്ചാൽ അതിലൂടെ വേണമെങ്കിൽ ആയുധങ്ങളോ മയക്കുമരുന്നോ ഒക്കെ കടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു നിലപാട് ഇപ്പോൾ ഈ ആർമി എടുക്കുകയാണ്. അതായത് കഴിഞ്ഞ 8 മാസമായിട്ട് മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകൾ ഞങ്ങൾ സഹിക്കുകയാണ്, ഇനി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രാജ്യത്ത് ഭരണകൂടം നേരെ പോയില്ലെങ്കിൽ ആർമി അതിനെ നേർവഴിക്ക് നടത്തും. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഒരു നയപരിപാടിയിലും ഞങ്ങൾ ഇടപെടില്ല. പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല. ഇത് പറയുന്ന ആരാണ്? വാക്കറുസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി. അദ്ദേഹം അവിടുത്തെ കൻ്റോൺമെൻറ്റിൽ ഒരു മീറ്റിങ്ങിൽ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയാണ്. അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഇനി നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഭരണകൂടം വരുന്നത് വരെ എന്ത് പ്രശ്നത്തെയും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഒരു കലാപം പോലും ഉണ്ടാകാൻ പാടില്ല, ഒരു വിദ്വേഷ പരിപാടികൾ ഇവിടെ സംഭവിക്കാൻ പാടില്ല. കരഘോഷത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. അപ്പോൾ പട്ടാളക്കാരും അതിനോട് താല്പര്യപ്പെടുന്നു. ഇന്ന് വരെ അവിടെ പാകിസ്ഥാനിലൊക്കെ നടക്കുന്ന പോലെ പട്ടാള അട്ടിമറി നടന്നിട്ടില്ല. ഒരു പക്ഷേ പട്ടാള അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് യൂനിസിനെ പിടിച്ച് ജയിലിടാം. ഈ യൂനിസ് ഭയക്കുന്നുണ്ട്. കാരണം വാക്കറുസ്സമാൻ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ താൻ അവിടെ കലാപം ഉണ്ടാക്കി എന്ന പേരിൽ വേണമെങ്കിൽ പിടിച്ച് ജയിലിടാം. കാരണം അമേരിക്കയുടെ മാനസപുത്രനാണ് യൂനിസ്, ജോ ബൈഡനാണ് ഇയാളെ ആ സ്ഥലത്ത് നിർത്തിയത്. അപ്പോൾ ഇയാൾക്കെതിരെ ഒരുപാട് കുറ്റങ്ങൾ വരും. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് നിലപാട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് രാജിവെക്കാൻ പോവുകയാണ്, എനിക്കിനി താൽക്കാലിക ഭരണകൂടത്തിൻ്റെ തലവരായിട്ടിരിക്കാൻ താല്പര്യമില്ല. കാരണം എന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നില്ല. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നെ പിന്തുണച്ചെങ്കിൽ മാത്രമേ ഞാൻ ഈ സ്ഥാനത്തിരിക്കൂ. അപ്പോൾ ഇയാൾ വിചാരിച്ച് എല്ലാവരും പിന്തുണയ്ക്കുന്നത്. പക്ഷേ ആരും അത് ചെയ്തില്ല. അതോടുകൂടി ആ പ്ലാൻ അങ്ങ് ചീറ്റിപ്പോയി. അതോടുകൂടി പിന്നെ പറഞ്ഞു, അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത് ചില ലക്ഷ്യങ്ങളോടെയാണ്, ഉദ്ദേശങ്ങളോടെയാണ്. എന്നെ ഈ സ്ഥാനത്തിരുത്തിയവർക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സാധിച്ചു കൊടുക്കും. ഈ മോഹമാണ് സെൻറ്റ് മാർട്ടിൻ ദ്വീപുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് ഇയാൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല എന്ന് സൈന്യം കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ബംഗ്ലാദേശ് ആർമി ശക്തമായ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള താൽക്കാലിക സർക്കാരിനെ എടുത്തു കളയാനും അവരെ ജയിലിലാക്കാനും, എന്തിന് ഷേഖ് ഹസീനെ വീണ്ടും തിരിച്ച് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞെട്ടിക്കുകയില്ലേ ആ നീക്കം? തീർച്ചയായിട്ടും ഷേഖ് ഹസീന തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വന്നാൽ അത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, US-ന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാളാണ് യൂനസ്. അത് ബംഗ്ലാദേശിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. അങ്ങനെ ഒരു നിലപാടുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തും എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം യൂനസും ജമാഅത്തെ ഇസ്ലാമിയുടെ ചില നേതാക്കളും മറ്റ് ചില പാർട്ടികളുടെ നേതാക്കളും ചേർന്ന് അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിലാണ് യൂനസ് കൃത്യമായി പട്ടാള മേധാവി നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പട്ടാള ഉദ്യോഗസ്ഥരെ കണ്ടിട്ട് മെയ് 31-ന് രാജ്യത്ത് ജനാധിപത്യ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തും. ആ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും. കാരണം ഷെയ്ഖ് ഹസീനയെ സ്നേഹിക്കുന്ന നിരവധി പേർ ഇപ്പോഴും അതിൻ്റെ അകത്തുണ്ട്. യൂനസിനെ താല്പര്യമില്ലാത്ത ആളുകളാണ് അവിടെ കൂടുതലും. കാരണം അവിടെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുകയും അവരെ മർദ്ദിക്കുകയും അവരെ പൂജാരിമാരെ വരെ കൊന്ന് അമ്പലങ്ങളിൽ കെട്ടിത്തൂക്കുകയും ചെയ്ത ഒരു സർക്കാരാണ്, ഇടക്കാല സർക്കാരാണ് യൂനസിന്റെ. അവസാനം പള്ളികളിൽ നിന്ന് വിളിച്ചു പറയുന്നു, നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ രക്ഷിക്കൂ, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും യൂനസിന്റെ സ്ഥാനത്തേക്ക് ഹസീന തന്നെ വരണം. ഷെയ്ഖ് ഹസീന വന്നാൽ
സാമ്പത്തികമായി കൂടെ ബംഗ്ലാദേശിന്റെ സ്ഥിതി മാറും എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോ യൂനസ് ഇരിക്കുമ്പോൾ ഷെയ്ഖ് ഹസീന വന്നാൽ ഒരുപക്ഷെ കാരണങ്ങൾ പറഞ്ഞ് അവരെ ജയിലിലടയ്ക്കാനോ അവരെ വിചാരണ നടത്താനോ തയ്യാറാകും. പക്ഷെ അതിനുശേഷമാണ് ഷെയ്ഖ് ഹസീനയെ ഈ പട്ടാള മേധാവി ഈ സൈനിക മേധാവിയും ഷെയ്ഖ് ഹസീനയും തമ്മിൽ വളരെ അടുപ്പമെന്നാണ് പറയുന്നത്. നല്ല സൗഹൃദ ബന്ധമാണ് അവർ തമ്മിൽ സൂക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാകും ഷെയ്ഖ് ഹസീന തിരിച്ചു വരണം, അവർ ജനാധിപത്യപരമായി ജയിച്ച് വീണ്ടും ബംഗ്ലാദേശിന്റെ അധികാരം പിടിക്കണം എന്നുള്ളത് അവരും സൈനികരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മ്യാൻമറിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ അതിർത്തിയിലൂടെ ഒരു ഇടനാഴി, ഒരു മാനുഷിക ഇടനാഴി വേണം എന്നുള്ളത് UN-ൻ്റെ ഐഡിയയാണ്. അപ്പോൾ UN ഇത് നടപ്പാക്കുന്നത് അമേരിക്കയുടെ താല്പര്യം വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിലൊക്കെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇതാണ് ഷെയ്ഖ് ഹസീന സമ്മതിക്കാതിരുന്നത്. കാരണം എന്ത് സംഭവം ഉണ്ടായെങ്കിലും ഇന്ത്യയുമായി ആലോചിച്ച് മാത്രമേ ബംഗ്ലാദേശ് ഭരണകൂടം തീരുമാനമെടുത്തിരുന്നുള്ളൂ. ഇത് അമേരിക്കയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ ഉൾപ്പെടെ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ തന്നെ പുറത്താക്കിയത്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ മുഹമ്മദ് യൂനിസ് മുന്നോട്ട് പോയപ്പോൾ, അല്ലെ ആ ഭരണകൂടം മുന്നോട്ട് പോയപ്പോൾ ഇത്തരത്തിലുള്ള കലാപാഹ്വാനങ്ങൾ ഇനി സഹിക്കാൻ കഴിയില്ല. ബംഗ്ലാദേശിൻ്റെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും ഞങ്ങൾ ഇടപെടില്ല. പക്ഷേ ആ രാജ്യത്തെ അധോഗതിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഇടപെട്ടാൽ ഇനി സൈന്യം നഗരത്തിലുണ്ടാകും എന്ന് പറഞ്ഞാൽ ഇനി ബാരക്കുകൾ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ വാഖറുസ്സമാൻ എന്ന് പറയുന്ന ആൾക്ക് വേണമെങ്കിൽ ഒരു പട്ടാള അട്ടിമറിയൊക്കെ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല ഷെയ്ഖ് ഹസീനയുമായി അടുത്ത ബന്ധമുണ്ട്, ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ പാക് സൈന്യമൊക്കെ നടത്തുന്നത് പോലെ ഒരു പട്ടാള അട്ടിമറി നടത്തി അത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ വേണമെങ്കിൽ വാഖറുസ്സമാന് സാധിക്കുമായിരുന്നു. പക്ഷേ അയാൾ അതിന് ശ്രമിക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് ഇവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം വേണം, അത് ജനുവരി 1-ന്, അതായത് ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ നിലവിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ ഇലക്ഷൻ നടക്കണം. അപ്പോൾ ഡിസംബറിൽ ഇലക്ഷൻ നടത്താതിരിക്കാൻ വേണ്ടി മുഹമ്മദ് യൂനിസ് എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട്. കാരണം അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ നിരോധിച്ചുകൊണ്ട് കുറച്ച് പാർട്ടിക്കാർ മതി എന്ന് പറയുന്നു. ആ പാർട്ടിക്കാർ മുഴുവൻ ഇയാളെ പിന്തുണയ്ക്കുമെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ ഇയാളുടെ യൂനിസിൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവരോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, അടുത്ത ട്രംപ് കാർഡ് ഇറക്കുക എന്ന് പറയുന്നത് മതത്തെ വെച്ച് കളിക്കുക എന്നുള്ള. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ മതപൗരോഹിത്യം രംഗത്തേക്ക് ഇറങ്ങിയാൽ വാഖറുസ്സമാനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും. കാരണം ആർമിയെ ഒറ്റക്കെട്ടായി നിയന്ത്രിക്കാൻ അവിടുത്തെ സൈന്യാധിപന് സാധിക്കുമെങ്കിൽ അതിൽ ഭിന്നത ഉണ്ടാക്കാൻ എപ്പോഴും മതത്തിന് സാധിക്കും. പാകിസ്ഥാൻ എടുത്ത് നോക്ക്, സൈന്യവും മതവുമാണ് വലിയ കാര്യം. തൊട്ടടുത്ത അയൽരാജ്യമായ മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിലും ഈ മതത്തിന് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ സൈനിക തലവന്മാർക്കിടയിൽ മതം ഉപയോഗിച്ച് അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ആർക്കെങ്കിലോ സാധിക്കും. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ അമേരിക്ക ആയിരിക്കാം, മുഹമ്മദ് യൂനിസ് ആയിരിക്കും. കാരണം മുഹമ്മദ് യൂനിസ് സർക്കാരിനെ അവരോധിച്ചത് തന്നെ ഈ പറയുന്ന അമേരിക്കൻ സർക്കാരാണ്. പക്ഷേ ജോ ബൈഡൻ സർക്കാരിൻ്റെ അതേ നിലപാട് ട്രംപ് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് നിലവിൽ അവിടെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത്. എന്തായാലും മുഹമ്മദ് യൂനിസ് സർക്കാരിനെ പുറത്താക്കാനുള്ള നീക്കം വളരെ ശക്തമാണ്. ഏതെങ്കിലും കാരണവശാൽ യൂനിസ് അകത്തായാൽ, മീൻസ് അറസ്റ്റായാൽ, പിന്നീട് അയാൾ പുറം ലോകം കാണില്ല. കാരണം കലാപാഹ്വാനം ഒരു രാജ്യത്ത് നടത്തി. ഇതുപോലെയാണ് ഷെയ്ഖ് ഹസീനെ പിടിച്ച് ജയിലിലിടാൻ ശ്രമിച്ചത്. പക്ഷേ സൈന്യം കയ്യിൽ വടിയെടുത്തതോടുകൂടി ഇവരെല്ലാം തന്നെ ഭയന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സൈന്യം എന്തു പറയുന്നു അതിനോട് യോജിച്ചു പോകാമെന്ന് പറയുന്നു. മാത്രമല്ല ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഷെയ്ഖ് ഹസീന പറയുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദി അമേരിക്കയാണെന്ന്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് പറയാനുള്ള അധികാരം ആര് കൊടുക്കുന്നു? ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നു, അല്ലേ? അത് മാത്രമല്ല ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട് ഞാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരും, അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അവരെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പ്രസ്താവന ഇറക്കി. അതിൽ തിരിച്ച് ബംഗ്ലാദേശോ യൂനസോ അമേരിക്കയോ പ്രതികരിച്ചിട്ടുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഹസീനയുടെ പിന്നിൽ മോദിയുണ്ട്, ഇന്ത്യയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഹസീനെ തകർക്കാൻ കഴിയില്ല, ഷെയ്ഖ് ഹസീനെ തകർക്കാൻ കഴിയില്ല. മോദിയോ ഇന്ത്യയോ വിചാരിച്ചാൽ ബംഗ്ലാദേശിന്റെ ഭരണം വീണ്ടും ഷെയ്ഖ് ഹസീനയുടെ കയ്യിലേക്ക് തന്നെ എത്തും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട.